നമസ്കാരം. നമ്മുടെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ നമ്മുടെ മറ്റു മന്ത്രിമാരും മേയർ ആര്യ രാജേന്ദ്രനും അടക്കം പിന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഉണ്ടായിരുന്നു. ഭാര്യ, മകൾ വീണ, അതുപോലെ തന്നെ കൊച്ചുമകൻ, അവരെല്ലാവരും കൂടെ അവിടെ സന്ദർശിച്ചു. കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 2-ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിലാണ്. അതിനിടയിൽ തന്നെ കേരളത്തിന് ചില ആശങ്കകൾ ഉയരുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യം മുഴുവൻ അതീവ സുരക്ഷയാണ് പല മേഖലകളിലും നമ്മുടെ രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരാഴ്ചക്കിടെ മുൻപും ഉണ്ട്, ഇപ്പോൾ പക്ഷേ ഈ ഒരു അടിക്കടി ഒരു 3-4 ദിവസമായിട്ട് ഈ ബോംബ് ഭീഷണികൾ ഉയരുകയാണ്. എല്ലാം ഇതുവരെയായിട്ട് വ്യാജ ബോംബ് ഭീഷണികളാണ്. എന്നിരുന്നാലും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് നമ്മുടെ സൈബർ പോലീസിനെ അപേക്ഷിച്ചും നമ്മുടെ കേരള പോലീസിനെ മൊത്തത്തിൽ അപേക്ഷിച്ചും വലിയൊരു നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി വരുന്നതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിപ്പോൾ ചർച്ചകൾക്ക് കൂടി ഇടവെക്കുകയാണല്ലേ. എവിടേക്കാണ് ഇപ്പോൾ ഈ ഒരു ബോംബ് ഭീഷണികൾ വന്നത്? അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ 3 ദിവസമായ തുടർച്ചയായി 3 ദിവസമാണ് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഈ മുഖ്യമന്ത്രി അടക്കം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ബോംബ് ഭീഷണി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലും ഉണ്ടായിരുന്നു. 2-ാം തീയതി, മെയ് 2-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. രാജ്ഭവനിലാണ് താമസിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത്, രാജ്യത്തിനായി സമർപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞത്ത് അടക്കം വിഴിഞ്ഞം പോർട്ടലിൽ എല്ലാ കോസ്റ്റൽ ഗാർഡ്, എയർഫോഴ്സ്, അതുപോലെ തന്നെ RPF, അതുപോലെ തന്നെ SPG തുടങ്ങി അനവധി ആളുകളുടെ സുരക്ഷാ സേനാ അംഗങ്ങൾ വരികയും സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ നിയന്ത്രണം SPG ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. കാരണം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കും ഒന്നും അറിയില്ല. വളരെ സന്തോഷത്തോടെ ഇരുന്ന ആൾക്കാർക്കിടയിലേക്കാണ് ഭീകരർ വരികയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തത്. അതുപോലെ എവിടെ സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. ഒരു 3 ദിവസം മുൻപ് ഹോട്ടലുകളിൽ, കോവളത്തെ ഹോട്ടലുകളിൽ, പ്രധാനപ്പെട്ട 2 ഹോട്ടലുകളിലാണ് ബോംബ് ഭീഷണി ഉണ്ട് എന്നൊരു വാർത്ത ആദ്യം പുറത്തു വന്നത്. പിറ്റേ ദിവസം തലസ്ഥാന നഗരിയിലെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിൽ, തമ്പാനൂർ ബസ് സ്റ്റോപ്പുകളിൽ, അതുപോലെ തന്നെ ഈ എയർപോർട്ടുകളിൽ, വിമാനത്താവളത്തിലടക്കം ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിനുശേഷം അതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ കളക്ടറുടെ പേരിൽ തന്നെ കളക്ടർക്ക് മെയിൽ അയക്കുകയാണ്. ഇപ്പോൾ എന്റെ പേരിൽ ഞാൻ തന്നെ മെയിൽ അയക്കുന്നത് പോലെ കളക്ടറുടെ പേര് കളക്ടർക്ക് തന്നെ മെയിൽ വരികയാണ്, ബോംബ് ഭീഷണി ഉണ്ട് എന്ന രീതിയിൽ. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, രാജ്ഭവനിൽ, അങ്ങനെ പ്രധാനപ്പെട്ട സുപ്രധാന എല്ലാ ഇടങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, 12 മണിക്ക് ബോംബ് പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ എയർപോർട്ടിൽ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൃത്യം 12 മണി എന്നൊരു സമയം ക്ലോക്കിൽ ഉണ്ടെങ്കിൽ ബോംബ് പൊട്ടിയിരിക്കും എന്നുള്ളൊരു ഭീഷണിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എല്ലാ ഭീഷണികളും നമുക്ക് തള്ളിക്കളയാം, ഒരു കുഴപ്പമില്ല, പൊട്ടില്ല എന്ന് 100% ഉറപ്പാണ്. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചെറിയൊരു പടക്കം പൊട്ടിയാലും മതി. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ മുൻതൂക്കം നൽകേണ്ട ഒരു സാഹചര്യമാണ്. കാരണം എവിടെ, എന്ത്, എപ്പോൾ എന്നറിയില്ല. ഈ പഹൽഗാം വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ, അതിനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സുരക്ഷ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. പൊട്ടും എന്നല്ല, അല്ലെങ്കിൽ പൊട്ടണമും എന്നല്ല, ഈ പറയുന്ന വ്യാജ വാർത്തയുടെ ഉറവിടം എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സൈബർ പോലീസിന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റാത്ത പല കേസുകളും തെളിവുകളൊക്കെ നമുക്ക് ഈ ഒരു സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളതും. എത്രത്തോളം ഉണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടുത്തെ സൈബർ വിങ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും ഇപ്പോൾ ചെറിയൊരു നാണക്കേട് പോലെ നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഉറവിടം വ്യക്തമായി അറിയണം. കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കഞ്ചാവിനെതിരെയും അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയും ഈ
ഈ ലഹരിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഓഫീസും ഒക്കെ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു, അതിനെതിരെ പ്രവർത്തിക്കുന്നു. അതിനെ തുടർന്ന് അതിന്മേലുള്ള വൈരാഗ്യത്തിലാണ് ബോംബ് ഭീഷണി എന്നാക്കിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയിലൊക്കെ തന്നെ കൃത്യമായ ഒരു അവലോകനം നടന്നിരുന്നു. അതായത് വരുന്നതും പോകുന്നതും എല്ലാവരുടെയും ഫോട്ടോയും ദൃശ്യവും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പകർത്തി വെക്കുകയും ഇവരുടെ എല്ലാം തന്നെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ തരത്തിൽ അതൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ എന്തിനാണ് ഈ ഭീഷണി എന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ നാട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്താൻ പോലും ആൾക്കാർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനം പല രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഓർക്കുന്നതിനും അപ്പുറമുള്ള കൊലപാതകങ്ങൾ, ക്രൈമുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെങ്കിലും ഒരാൾ ഒരു ചെറിയ പടക്കം എറിഞ്ഞ് പൊട്ടിക്കാം അല്ലെങ്കിൽ ഒരു ഗുണ്ടെറിഞ്ഞ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചാൽ മതി, അവിടെ തീരും പ്രശ്നങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവിടെ തുടങ്ങും പുതിയ പ്രശ്നങ്ങളൊക്കെ തന്നെ. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഇതിപ്പോ നമ്മുടെ കടൽപരിധി, ആ ഒരു മേഖലയിലൊക്കെ കടൽപരിധിയിലൊക്കെ തന്നെ നാവികസേനയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ തന്നെ സൈനിക കപ്പലുകളെ വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല ആദ്യമായിട്ടാണ് അത്ര ഈ ഒരു വിഴിഞ്ഞം കടലിന്റെ ഈ ഒരു പരിധിയിലെ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ആകാശ നിരീക്ഷണത്തിനായിട്ട് വ്യോമസേനയുടെയും നാവികസേനയുടെ ഒക്കെ തന്നെ സൈനിക വിമാനങ്ങൾ അവിടെ റോന്തു ചുറ്റുന്നുണ്ട്. ഒരു കപ്പൽ, നാവികസേനയുടെ ഒരു കപ്പൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു എന്നിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും വായുസേനയുടെ വിമാനത്തിൽ പ്രധാനമന്ത്രി ആദ്യം എത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. അതുകൊണ്ട് ആ ശംഖുമുഖം, ആ ഏരിയ മൊത്തം, സത്യം പറഞ്ഞാൽ ശ്രീജ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തില് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന മേഖല എന്നല്ല, മൊത്തത്തിൽ, കാരണം പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ബോംബ് ഭീഷണികൾ ഉയരുന്നത്. മാത്രമല്ല ഇതൊരു നല്ല സമയമായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനൊരു ഭീഷണിയുടെ ഒരു വക്കിലല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ മസ്റ്റ് ആണല്ലോ. ഇപ്പോൾ കന്യാകുമാരി, ഇപ്പോൾ ശംഖുമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു നിശ്ചിത സ്ഥലങ്ങളിലേക്ക് റോഡ് ഷോ മസ്റ്റ് ആണ്. കാരണം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുകയും തലസ്ഥാന നഗരിയിൽ മുഴുവനായി തന്നെ റോഡ് ഷോ നടത്തി ഒരു കോളക്കം സൃഷ്ടിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതുകൊണ്ട് അദ്ദേഹം നടത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാരണത്താൽ തന്നെ നേരെ രാജ്ഭവനിലേക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത്. കാരണം രാജ്ഭവനിലടക്കം, കേരളത്തിൽ ആദ്യമായിട്ടാണ് രാജ്ഭവനിലടക്കം ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ വസതിയിലും ഒന്നും തന്നെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകേണ്ട സാധ്യതയില്ലല്ലോ. പിന്നെ നമ്മുടെ കേരളത്തിലടക്കം രാജ്യത്തുള്ള മറ്റുള്ള പാകിസ്ഥാനികളോടൊക്കെ തന്നെ രാജ്യം വിടാൻ പറഞ്ഞതിന് പിന്നാലെ തന്നെ ഓരോ സ്ഥലത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോൾ കേരളത്തിലടക്കം 106ഓളം പാക് പൗരന്മാർ നിലവിലുണ്ട് എന്നാണ്. ഇതിൽ പോയി കഴിഞ്ഞിരിക്കണം, എത്രത്തോളം ആളുകൾ പോയി എന്നുള്ള കണക്കുകൾ വന്നിട്ടില്ല. അതിൽ 56 അത്രത്തോളം ആളുകൾ മെഡിക്കൽ വിസയിൽ വന്നിട്ടുള്ളതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നുള്ളവർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 56 ആളുകൾ ഇവിടെ സുഖ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്കോ ആയിട്ട് എത്തിയിട്ടുള്ളവരാണ്. അവരോടൊക്കെ തന്നെ രാജ്യം വിടാൻ, വളരെ വേഗത്തിൽ തന്നെ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെയാണ്, അല്ലെങ്കിലും അദ്ദേഹം വരുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പാക് പൗരന്മാരോട് നാട് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ആളുകളുണ്ട്, അത് എവിടെയാണ് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം. കൂടാതെ ഈ ഭീഷണിയുടെ ഒരു നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സുരക്ഷ വലിയ രീതിയിൽ തന്നെ തലസ്ഥാനം വളഞ്ഞു എന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഈ പഹൽഗാമിലെ ആക്രമണം, അതിനുശേഷം ഉണ്ടാകുന്ന ബോംബ് ഭീഷണി, അതിനുശേഷം മുഖ്യമന്ത്രി എത്തുന്നു, പ്രധാനമന്ത്രി എത്തുന്നു, അങ്ങനെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുൾമുനയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വേണം പറയാൻ. മാത്രമല്ല NIA സംഘം എത്തുകയാണ്. ഈ വെടിവെപ്പിൽ മരിച്ച രാമചന്ദ്രന്റെ വീട്ടിലേക്ക് NIA സംഘം എത്തുകയാണ്. മകൾ ആരതിയുടെ മൊഴിയെടുക്കും. കാരണം ഭീകരനെ ഏറ്റവും അടുത്ത് കണ്ട ഒരു വ്യക്തി കൂടിയാണല്ലോ ആരതി. അവർ സംസാരിക്കുക കൂടി ചെയ്തല്ലോ. അതുകൊണ്ട് അതിന് കൃത്യമായ മൊഴി രേഖപ്പെടുത്തും. NIA സംഘം എത്തും. ഇതിനിടയിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നത് വിഴിഞ്ഞത്ത്, ഈ നേരത്തെ കൃഷ്ണേന്ദു സൂചിപ്പിച്ച പോലെ തന്നെ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും എത്തിയിരുന്നു, സന്ദർശനം നടത്തിയിരുന്നു. എന്തുകൊണ്ട് രാമചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയില്ല എന്നൊരു ചോദ്യവും വിമർശനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ആരതി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഭീകരത നമ്മുടെ നാട്ടിൽ ഉണ്ടാകും, ഒരിക്കലും വിചാരിച്ചില്ല, അതിനൊരു ഇരയായി പോകുമെന്ന് വിചാരിച്ചില്ല. ആദ്യം സത്യം പറഞ്ഞാൽ ഞങ്ങളും മരിക്കും, ഭീകരന്റെ തോക്കിന് മുന്നിൽ ഞങ്ങളും
ബലിയാടാകുമെന്നാണ് കരുതിയത്. പക്ഷേ കുട്ടികൾ കരുതിയത് കൊണ്ടാണോ എന്തോന്നറിയില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് 2 സഹോദരങ്ങൾ കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നിട്ടുണ്ട്. അതും വലിയ രീതിയിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ തന്നെ വിമർശനങ്ങൾ നിറഞ്ഞിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് അനവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു ഈ ഒരു പഹൽഗാമിന് ശേഷം സന്ദർശിക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാകും. എന്തായാലും വിഴിഞ്ഞം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തും വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ട്. 3 ഹെലികോപ്റ്റർ യാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. മാത്രമല്ല കടലിലടക്കം ഹെലികോപ്റ്റർ യാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കടൽ വഴിയുള്ള രക്ഷപ്പെടൽ, മാത്രമല്ല ഈ കൃത്യമായ മാർഗനിർദ്ദേശം അദ്ദേഹം ഏത് വഴി കൂടെയാണ് സഞ്ചരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടില്ല. കാരണം സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ശംഖുമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും രാജ്ഭവനിലേക്ക് എത്തുക എന്ന കാര്യം അറിയില്ല. അതും റോഡ് മാർഗമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി എന്തായാലും രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്താണ് പഹൽഗാമിൽ ഇന്ത്യ എടുക്കുന്ന നീക്കം, ഇതുവരെയും ആരും അറിയാത്ത നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അടക്കമുള്ള ഒരു പക്ഷേ പറയാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഉറ്റുനോക്കുന്ന ചില വിഭാഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകം തന്നെയാണ് ഈ 2 ദിവസം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇതിനുള്ളിൽ ഒന്നും നടക്കാതിരിക്കട്ടെ. കാരണം കേരളത്തെ സംബന്ധിച്ച് അത് അതീവ നിർണായകം തന്നെയാണ്. ഒന്നും നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വേണം പറയാൻ.